യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമേ പൂവിൽ വാസം. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന. സുഭാഷിതം. യഹസ്കേൽ പ്രവചനം 10-ാം അധ്യായത്തിലും യഹസ്കേലിന് ദൈവം കാണിച്ചു കൊടുക്കുന്ന ദർശനങ്ങൾ തുടരുകയാകുന്നു. ഈ അധ്യായത്തിൽ പ്രധാനമായും കെരൂബുകളെ കുറിച്ചുള്ള ദർശനമാണ് കാണുന്നത്. 10-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന ദർശനത്തിന് സമാന്തരമായ ദർശനമാണ് 1-ാം അധ്യായത്തിലും കാണുന്നത്. ഈ അധ്യായത്തിൽ യെരുശലേമിലെ ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ദൈവമഹത്വത്തിന്റെ ദർശനം കാണിക്കുകയാകുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ദൈവസ്നേഹത്തിന്റെ ഒരു അടയാളമായിരുന്നു ദേവാലയം. ദൈവത്തിന് ഒരു ആലയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കർത്താവ് തന്റെ ആലയത്തിൽ തന്റെ ജനങ്ങളോടൊപ്പം വസിക്കുക എന്നുള്ളതായിരുന്നു. ദേവാലയത്തിന് പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം എന്നിങ്ങനെ 3 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അതിവിശുദ്ധ സ്ഥലത്തുള്ള ഉപകരണം നിയമപ്പെട്ടകവും അതിന്മേലുള്ള കൃപാസനവും കൃപാസനത്തെ ചിറകുകൾ കൊണ്ട് മൂടുന്ന 2 കെരൂബുകളുമാണ്. ദൈവമഹത്വത്തിന്റെയും ദൈവ തേജസ്സിന്റെയും പ്രതിരൂപമായിരുന്നു ഈ കെരൂബുകൾ. യഹസ്കേൽ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നത്, എന്നാൽ യഹോവയുടെ മഹത്വം കെരൂബിന്മേൽ നിന്ന് പൊങ്ങി ആലയത്തിന്റെ ഉമ്മരപ്പടിക്ക് മീതെ നിന്നു. ആലയം മേഘം കൊണ്ട് നിറഞ്ഞിരുന്നു. പ്രാകാരവും യഹോവയുടെ മഹത്വത്തിന്റെ ശോഭ കൊണ്ട് നിറഞ്ഞിരുന്നു. Then the glory of the Lord went up from the cherub and passed over the threshold of the temple, and the house was filled with the cloud, and the court was full of brightness of the Lord's glory. ദൈവമഹത്വം ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നതായ ഒരു ദർശനമാണ് പ്രവാചകൻ ദർശിക്കുന്നത്. ദൈവവുമായുള്ള ഉടമ്പടിയിൽ നിന്ന് പിന്തിരിഞ്ഞ ഒരു ജനതയുടെ ദാരുണമായ അനന്തര ഫലമാണിത് സൂചിപ്പിക്കുന്നത്. വിഗ്രഹാരാധനയും മ്ലേച്ഛതകളും വിട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണമെന്ന് ദീർഘവർഷങ്ങൾ പ്രവാചകന്മാരിൽ കൂടെ ദൈവം സംസാരിച്ചു കൊണ്ടിരുന്നു. 18-ാം വാക്യം വായിക്കുന്നത്, പിന്നെ യഹോവയുടെ മഹത്വം ആലയത്തിന്റെ ഉമ്മരപ്പടി വിട്ട് പുറപ്പെട്ട് കെരൂബുകളിൻ മീതെ വന്നു നിന്നു. ദൈവമഹത്വം നഷ്ടപ്പെട്ട ദേവാലയം പിൽക്കാലത്ത് പൂർണ്ണമായി നശിക്കപ്പെട്ടു. ദൈവത്തിന്റെ സ്വന്തം ജനമായിരുന്ന യഹൂദ ജാതി ആ മഹത്വത്തെ ഉപേക്ഷിച്ചതുകൊണ്ട് വിജാതികളായവർക്ക് സുവിശേഷത്തിന്റെ മഹത്തായ വെളിച്ചം യേശുക്രിസ്തുവിൽ കൂടെ അനുഭവിപ്പാൻ ദൈവം കൃപ നൽകി. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. നാം ദൈവത്തിന്റെ ആലയമാകുന്നു. ദൈവമഹത്വം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുവാൻ ഒരിക്കലും അനുവദിക്കരുത്. പൗലോസ് പറയുന്നത്, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പീൻ. ഇങ്ങനെ നാം പ്രവർത്തിക്കുന്നുവെങ്കിൽ ഒരിക്കലും ദൈവമഹത്വം എന്നിൽ നിന്നോ നിങ്ങളിൽ നിന്നോ വിട്ടുമാറുകയില്ല. ആകയാൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ദൈവമഹത്വം വിട്ടുമാറുവാൻ ഇടയാകരുതേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. ചേർന്നിരുന്നെപ്പോഴും ആശ്വസിക്കും ഭാഗ്യഗാനം
വെച്ച്